ഓം ശാന്തി 26/9/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, സദാ ശ്രീമത്ത് അനുസരിച്ച് ജീവിക്കണം. ഇത് തന്നെയാണ് ശ്രേഷ്ഠ പുരുഷാർത്ഥം. ശ്രീമത്ത് പാലിക്കുന്നതിലൂടെ ആത്മദീപം പ്രകാശിക്കുന്നു. ചോദ്യം: ആർക്കാണ് പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യാൻ സാധിക്കുന്നത്? ഉയർന്ന പുരുഷാർത്ഥം എന്താണ്? ഉത്തരം: പൂർണ്ണ പുരുഷാർത്ഥം അവർക്കേ ചെയ്യാൻ കഴിയൂ ആരുടെയാണോ ശ്രദ്ധ അഥവാ ബുദ്ധിയോഗം ഒന്നിൽ മാത്രമായി ഇരിക്കുന്നത്. ഏറ്റവും ഉയർന്ന പുരുഷാർത്ഥമാണ് ബാബയുടെ മേൽ പൂർണമായും ബലിയർപ്പണമായി തീരുക എന്നത്. ബലിയർപ്പണമാകുന്ന കുട്ടികൾ ബാബയ്ക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ്. ചോദ്യം: സത്യം സത്യമായ ദീപാവലി ആഘോഷിക്കുന്നതിന് വേണ്ടി പരിധിയില്ലാത്ത അച്ഛൻ ഏതൊരു നിർദ്ദേശമാണ് നൽകുന്നത്? ഉത്തരം: കുട്ടികളെ, പരിധിയില്ലാത്ത പവിത്രത ധാരണ ചെയ്യൂ. എപ്പോഴാണോ ഇവിടെ പരിധിയില്ലാത്ത പവിത്രത ധാരണ ചെയ്യുന്നത്, ഇത്രയ്ക്കും ഉയർന്ന പുരുഷാർത്ഥം ചെയ്യുന്നത്, അപ്പോഴേ ലക്ഷ്മി നാരായണന്റെ രാജ്യത്തിലേക്ക് വരാൻ സാധിക്കൂ. അതായത് സത്യം സത്യമായ ദീപാവലി അഥവാ കിരീടധാരണ ദിവസം ആഘോഷിക്കാൻ സാധിക്കൂ. ഓം ശാന്തി. കുട്ടികൾ ഇപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നടക്കുമ്പോഴും കറങ്ങുമ്പോഴും അഥവാ ഇവിടെ ഇരുന്നുകൊണ്ടും ശിരസിലുള്ള ജന്മജന്മാന്തരങ്ങളിലെ പാപഭാരങ്ങളെല്ലാം ഓർമ്മയുടെ യാത്രയിലൂടെ നശിപ്പിക്കുന്നു. ആത്മാവിന് ഇതറിയാം. നമ്മൾ എത്രത്തോളം ബാബയെ ഓർമ്മിക്കുന്നുവോ അത്രത്തോളം പാപം നശിക്കുന്നു. ബാബ നല്ല രീതിയിൽ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്നവരിലും ആരാണോ ശ്രീമത്ത് പാലിക്കുന്നവർ അവർക്ക് ബാബയുടെ അഭിപ്രായം നല്ലതായി തോന്നും. പരിധിയില്ലാത്ത അച്ഛൻ നിർദ്ദേശം നൽകുന്നു, പരിധിയില്ലാത്ത പവിത്രത ധാരണ ചെയ്യണം. നിങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് തന്നെ പരിധിയില്ലാത്ത രീതിയിൽ പവിത്രമാകുന്നതിനാണ്. അതും ഓർമ്മയുടെ യാത്രയിലൂടെ. ചിലരാണെങ്കിൽ ഒട്ടും തന്നെ ഓർമ്മിക്കുന്നില്ല. ചിലർ മനസ്സിലാക്കുന്നു, ഞങ്ങൾ ഓർമ്മയുടെ യാത്രയിലൂടെ തന്റെ പാപം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു, അതായത് തന്റെ നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നു. പുറമേയുള്ളവർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയുകയില്ല. നിങ്ങൾക്ക് മാത്രമാണ് ബാബയെ ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾ വസിക്കുന്നത് തന്നെ ബാബയുടെ അടുത്താണ്. അറിയാം, നമ്മളിപ്പോൾ ഈശ്വരീയ സന്താനമാണെന്ന്. ആദ്യം ആസുരീയ സന്താനമായിരുന്നു. ഇപ്പോൾ നമ്മുടെ സംഘം ഈശ്വരീയ സന്താനങ്ങളുമായി ആണ്. ഇങ്ങനെ ഒരു മഹിമയുണ്ട്. സത്സംഗം ഉയർത്തും, കുസംഗം മുക്കിക്കൊല്ലും. പക്ഷെ നമ്മൾ ഈശ്വരീയ സന്താനങ്ങളാണ്. അതുകൊണ്ട് ഈശ്വരീയ മതം മാത്രം പാലിക്കണം, അല്ലാതെ മന്മതമല്ല പാലിക്കേണ്ടത് എന്നുള്ള കാര്യം കുട്ടികൾ ഇടയ്ക്കിടെ മറന്നുപോകുന്നു. മന്മതം അർത്ഥം മനുഷ്യമതമാണ്. മനുഷ്യമതം ആസുരീയ മതമാണ്. ഏത് കുട്ടികളാണോ തന്റെ നന്മ ആഗ്രഹിക്കുന്നത് അവർ സത്തോ പ്രധാനമാകുന്നതിനായി ബാബയെ നല്ല രീതിയിൽ ഓർമ്മിക്കുന്നു. സത്തോ പ്രധാനതയ്ക്കും മഹിമയുണ്ട്. അറിയാം, നമ്മൾ നമ്പർ വയസ്സായി സുഖധാമത്തിന്റെ അധികാരികളാകുന്നു. എത്രത്തോളം ശ്രീമത്ത് പാലിക്കുന്നുവോ ഉയർന്ന പദവി പ്രാപിക്കുന്നു. എത്രത്തോളം തന്റെ മതം അതായത് മന്മതം അനുസരിക്കുന്നുവോ പദവി ഭ്രഷ്ടമായി തീരുന്നു. അവനവന്റെ നന്മയ്ക്ക് വേണ്ടി നിർദ്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ബാബ പറയുന്നു, ഇതും പുരുഷാർത്ഥമാണ്. ആര് എത്രത്തോളം ഓർമ്മിക്കുന്നുവോ അവരുടെ പാപം നശിക്കുന്നു. ഓർമ്മയുടെ യാത്ര കൂടാതെ പവിത്രമായിരിക്കുവാൻ സാധിക്കില്ല. എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും കറങ്ങുമ്പോഴും ഈയൊരു ചിന്ത ഉണ്ടായിരിക്കണം. നിങ്ങൾ കുട്ടികൾക്ക് ബാബ എത്ര വർഷങ്ങൾ കൊണ്ടാണ് പഠിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും മനസ്സിലാക്കുന്നു ഞങ്ങൾ വളരെ ദൂരെയാണ്.
അതിനാൽ അത്രയ്ക്കും ബാബയെ ഓർമ്മിക്കുവാൻ സാധിക്കുന്നില്ല. സത്തോ പ്രധാനമായി തീരുന്നതിൽ വളരെയധികം സമയമെടുക്കുക തന്നെ ചെയ്യും. ഇടയ്ക്ക് വെച്ച് ശരീരം ഉപേക്ഷിക്കുകയാണെങ്കിൽ കൽപ്പകൽപ്പാന്തരത്തേക്ക് കുറഞ്ഞ പദവി ലഭിക്കുന്നു. ഈശ്വരന്റേതായി തീർന്നു എങ്കിൽ ബാബയിൽ നിന്നും പൂർണ്ണ സമ്പത്ത് നേടാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. ബുദ്ധി ഒരു വശത്തേക്ക് മാത്രം ആയിരിക്കണം. നിങ്ങൾക്കിപ്പോൾ ശ്രീമത്ത് ലഭിച്ചിട്ടുണ്ട്. ബാബ ഉയർന്നതിലും ഉയർന്ന ഭഗവാനാണ്. ബാബയുടെ ശ്രീമതം അനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ വളരെയധികം ചതി സംഭവിക്കുന്നു. ശ്രീമതം പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്കറിയാം, ശിവബാബയ്ക്കും അറിയാം. നിങ്ങളെക്കൊണ്ട് പുരുഷാർത്ഥം ചെയ്യിപ്പിക്കുന്നത് ശിവബാബയാണ്. ദേഹധാരികളെല്ലാവരും പുരുഷാർത്ഥം ചെയ്യുന്നുണ്ട്. ബ്രഹ്മബാബയും ദേഹധാരിയാണ്. ഇവരെയും ശിവബാബയാണ് പുരുഷാർത്ഥം ചെയ്യിപ്പിക്കുന്നത്. കുട്ടികൾക്ക് തന്നെ വേണം പുരുഷാർത്ഥം ചെയ്യാൻ. മുഖ്യ കാര്യമാണ് പതിതരെ പാവനമാക്കി മാറ്റുക എന്നുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ലോകത്തിൽ ധാരാളം പേർ പാവനമായി ജീവിക്കുന്നുണ്ട്. സന്യാസിമാരും പവിത്രമായി ജീവിക്കുന്നു. അവർ ഒരു ജന്മത്തേക്ക് വേണ്ടി പാവനമായി തീരുന്നു. അങ്ങനെ ധാരാളം പേർ ഈ ജന്മത്തിൽ ബാലബ്രഹ്മചാരിയായി ഇരിക്കുന്നുണ്ട്. അവർക്കൊന്നും പവിത്രതയുടെ സഹായം ഈ ലോകത്തിന് നൽകാൻ സാധിക്കില്ല. സഹായമുണ്ടാകുന്നത് അപ്പോഴാണ് എപ്പോഴാണോ നിങ്ങൾ ശ്രീമതമനുസരിച്ച് സ്വയം പാവനമാകുകയും ലോകത്തെയും പാവനമാക്കി മാറ്റുകയും ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ശ്രീമത്ത് ലഭിച്ചിരിക്കുകയാണ്. ജന്മജന്മാന്തരമായി നിങ്ങൾ ആസുരീയ മതമനുസരിച്ചാണ് ജീവിച്ചിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം സുഖധാമത്തിന്റെ സ്ഥാപന ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം നമ്മൾ ശ്രീമതമനുസരിച്ച് പുരുഷാർത്ഥം ചെയ്യുന്നുവോ അത്രത്തോളം ഉയർന്ന പദവി ലഭിക്കുന്നു. ഇത് ബ്രഹ്മാവിന്റെ മതമല്ല. ബ്രഹ്മാവും പുരുഷാർത്ഥിയാണ്. ബ്രഹ്മാവിന്റെ പുരുഷാർത്ഥം തീർച്ചയായും ഇത്രയും ഉയർന്നതാണ്. അതുകൊണ്ടാണ് ലക്ഷ്മി നാരായണനായി തീരുന്നത്. അപ്പോൾ കുട്ടികളും ബാബയെ അനുകരിക്കണം. ശ്രീമത്ത് പാലിക്കണം. മന്മത്തല്ല പാലിക്കേണ്ടത്. തന്റെ ആത്മജ്യോതി പ്രകാശിപ്പിക്കണം. ഇപ്പോൾ ദീപാവലി വരികയാണ്. സത്യയുഗത്തിൽ ദീപാവലി ആഘോഷിക്കുന്നില്ല. പട്ടാഭിഷേകത്തിന്റെ ദിവസം മാത്രമേ ആഘോഷിക്കുന്നുള്ളൂ. ബാക്കി അവിടെയുള്ള ആത്മാക്കളെല്ലാവരും സതോ പ്രധാനം തന്നെയാണ്. ഇവിടെ അസത്യമായ ദീപാവലിയാണ് ആഘോഷിക്കുന്നത്. പുറമേയുള്ള ദീപത്തെയാണ് തെളിയിക്കുന്നത്. അവിടെ ഓരോ വീടും പ്രകാശിക്കുന്നു. അതായത് എല്ലാ ആത്മാക്കളും സതോ പ്രധാനമായി തീരുന്നു. 21 ജന്മത്തേക്കുള്ള ജ്ഞാനമാകുന്ന എണ്ണയാണ് ഉണ്ടാവുക. പിന്നീട് പതുക്കെ പതുക്കെ കുറഞ്ഞ് ഈ സമയത്ത് എല്ലാവരുടെയും ആത്മജ്യോതി അണഞ്ഞിരിക്കുകയാണ്. മുഴുവൻ ലോകത്തിന്റെയും. ഇതിലും പ്രത്യേകിച്ചും ഭാരതവാസികൾ മുഴുവൻ ലോകവുമുണ്ട്. ഇപ്പോൾ എല്ലാവരും പാപാത്മാക്കളാണ്. എല്ലാവരുടെയും കണക്കെടുപ്പിന്റെ സമയമാണ്. എല്ലാവർക്കും കർമ്മക്കണക്കുകൾ പൂർത്തിയാക്കണം. ഇപ്പോൾ നിങ്ങൾ ഉയർന്ന പദവി നേടാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. ശ്രീമത്ത് പാലിക്കുന്നതിലൂടെ മാത്രമേ ഉയർന്ന പദവി നേടൂ. രാവണ രാജ്യത്തിൽ ശിവബാബയുടെ വളരെ അവജ്ഞ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴെങ്കിലും ബാബയുടെ ആജ്ഞ അനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ വളരെയധികം ചതിക്കപ്പെടും. ബാബയെ തന്നെയാണ് വരൂ, വന്ന് പാവനമാക്കൂ എന്ന് പറഞ്ഞ് വിളിച്ചത്. അപ്പോൾ തന്റെ നന്മയ്ക്ക് വേണ്ടി ബാബയുടെ ശ്രീമത്ത് പാലിക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ വളരെയധികം അമംഗളം ഉണ്ടാകുന്നു. മധുരമധുരമായ കുട്ടികൾക്ക് ഇതുമറിയാം. ശിവബാബയുടെ ഓർമ്മ കൂടാതെ നമുക്ക് സമ്പൂർണമായും പാവനമാകാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ഇത്ര വർഷങ്ങളായിട്ടും
എന്തുകൊണ്ട് ജ്ഞാനത്തിന്റെ ധാരണ ഉണ്ടാകുന്നില്ല? സ്വർണ പാത്രത്തിൽ മാത്രമാണ് ധാരണ ഉണ്ടാവുക. പുതിയ പുതിയ കുട്ടികൾ വളരെ നല്ല സേവാധാരികളായി തീരുന്നു. എത്ര വ്യത്യാസമാണെന്ന് നോക്കണം. എത്രത്തോളം പുതിയ കുട്ടികൾ ഓർമ്മയുടെ യാത്രയിലിരിക്കുന്നുവോ അത്രയും പഴയ കുട്ടികൾ ഓർമ്മിക്കുന്നില്ല. ശിവബാബയുടെ ചില നല്ല ഓമനകളായ കുട്ടികൾ വരുന്നുണ്ട്. അവർ എത്ര നല്ല രീതിയിലാണ് സേവനം ചെയ്യുന്നത്. ശിവബാബയിൽ തന്നെ തന്റെ ആത്മാവിനെ സമർപ്പണമാക്കിയതുപോലെ ബലിയർപ്പണമായാൽ പിന്നെ ധാരാളം സേവനവും ചെയ്യുന്നു. അങ്ങനെയുള്ളവർ ബാബയ്ക്ക് വളരെയധികം പ്രിയമുള്ളതും മധുരവുമായ കുട്ടികളാണ്. ഓർമ്മയുടെ യാത്രയിലിരിക്കുന്നതിലൂടെ തന്നെയാണ് ബാബയെ സഹായിക്കുന്നത്. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എന്നാൽ നിങ്ങൾ പാവനമായി തീരുന്നു. ബാബയെ വിളിച്ചത് തന്നെ വരൂ, വന്ന് ഞങ്ങളെ പാവനമാക്കൂ എന്ന് പറഞ്ഞാണ്. ഇപ്പോൾ ബാബ പറയുന്നു, എന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. ദേഹസംബന്ധികളെ എല്ലാം തന്നെ ത്യാഗം ചെയ്യേണ്ടതായി ഉണ്ട്. ഒരേ ഒരു ബാബയെയല്ലാതെ മറ്റൊരു മിത്ര സംബന്ധികളുടെയും സ്മൃതി പാടില്ല. എന്നാൽ മാത്രമേ ഉയർന്ന പദവി നേടാൻ സാധിക്കൂ. ഓർമ്മിച്ചില്ല എങ്കിൽ ഉയർന്ന പദവി നേടാൻ സാധിക്കില്ല. ഇത് ബാബ് ദാദയ്ക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. നിങ്ങൾ കുട്ടികൾക്കും അറിയാം. പുതിയ പുതിയ കുട്ടികൾ വരുമ്പോൾ ഓരോ ദിവസം കൂടുന്തോറും അവർ ഉന്നതി പ്രാപിച്ചു വരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ശ്രീമത്ത് പാലിക്കുന്നതിലൂടെ മാത്രമാണ് ഉന്നതി ഉണ്ടാകുന്നത്. ക്രോധത്തിനു മേലും പുരുഷാർത്ഥം ചെയ്ത് ചെയ്ത് വിജയം പ്രാപ്തമാക്കുന്നു. അപ്പോൾ ബാബ മനസ്സിലാക്കി തരുന്നു, മോശമായതിനെ അകറ്റിക്കൊണ്ടിരിക്കണം. ക്രോധവും വളരെയധികം മോശമാണ്. അവനവന്റെ ഉള്ള് എരിഞ്ഞുകൊണ്ടിരിക്കുന്നു, മറ്റുള്ളവരെയും എരിയിക്കുന്നു. അതിനെയും ഇല്ലാതാക്കണം. കുട്ടികൾ ബാബയുടെ ശ്രീമത്ത് പാലിക്കുന്നില്ലെങ്കിൽ കുറഞ്ഞ പദവി ലഭിക്കുന്നു. ജന്മജന്മാന്തരത്തേക്കായി കൽപ്പകൽപ്പാന്തരത്തേക്കായി നഷ്ടം സംഭവിക്കുന്നു. നിങ്ങൾ കുട്ടികൾക്കറിയാം, അത് ഭൗതിക വിദ്യാഭ്യാസമാണ്. ഇത് ആത്മീയ അച്ഛൻ പഠിപ്പിക്കുന്ന ആത്മീയ വിദ്യാഭ്യാസമാണ്. ഓരോ പ്രകാരത്തിലുള്ള സംരക്ഷണവും ഇവിടെയുണ്ട്. ഒരു വികാരി ആത്മാക്കൾക്കും ഇവിടെ, അതായത് മധുബനിലേക്ക് വരാനുള്ള അനുവാദമില്ല. അസുഖം വരുന്ന സമയത്തും വികാരി മിത്ര സംബന്ധികൾ വരിക എന്നുള്ളത് നല്ലതല്ല. ബാബ അത് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയാണെങ്കിൽ അന്തിമ സമയത്തും അതേ മിത്ര സംബന്ധികളെ ഓർമ്മ വന്നുകൊണ്ടിരിക്കും. പിന്നീട് അവർക്ക് ഉയർന്ന പദവി നേടാൻ സാധിക്കില്ല. അവസാനം ഒരാളുടെയും ഓർമ്മ വരാതിരിക്കാനുള്ള പുരുഷാർത്ഥമാണ് ബാബ ചെയ്യിപ്പിക്കുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് അസുഖമായതുകൊണ്ട് ഞങ്ങളുടെ മിത്ര സംബന്ധികൾ കാണാൻ വരട്ടെ എന്നല്ല. അവരെ വിളിപ്പിക്കുക എന്നുള്ളത് നിയമമല്ല. നിയമമനുസരിച്ച് ജീവിക്കുന്നതിലൂടെയാണ് സദ്ഗതി ഉണ്ടാകുന്നത്. ഇല്ല എങ്കിൽ വെറുതെ സ്വയത്തിന് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കി വെക്കുകയാണ്. പക്ഷേ തമോ പ്രധാന ബുദ്ധികൾക്ക് ഇത് മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ഈശ്വരന്റെ അഭിപ്രായം ലഭിച്ചിട്ടു പോലും ഉദ്ധരിക്കപ്പെടുന്നില്ല. വളരെയധികം സൂക്ഷിച്ചു വേണം മുന്നോട്ടു പോകാൻ. ഇത് വളരെയധികം പുണ്യത്തിലും പുണ്യമായ സ്ഥലമാണ്. പതിതർക്ക് ഇവിടെ ഇരിക്കുവാൻ സാധിക്കില്ല. മിത്ര സംബന്ധികളെക്കുറിച്ച് ഓർമ്മ വരുന്നുവെങ്കിൽ മരിക്കുന്ന സമയത്തും അവരെ തന്നെ ഓർമ്മ വരും. ദേഹാഭിമാനത്തിലേക്ക് വരുന്നതിലൂടെ അവനവന് തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്നു. ശിക്ഷയ്ക്ക് നിമിത്തമായി തീരുന്നു. ശ്രീമത്ത് അനുസരിക്കാത്തതിലൂടെ വളരെയധികം ദുർഗതി ഉണ്ടാകുന്നു. സേവനത്തിന് യോഗ്യരാവാൻ സാധിക്കില്ല. എത്ര തന്നെ പ്രയത്നിച്ചാലും സേവയ്ക്ക് യോഗ്യരായി തീരുവാൻ സാധിക്കില്ല. അവജ്ഞ ചെയ്താൽ കല്ല് ബുദ്ധികളായി തീരുന്നു. മുകളിലേക്ക് കയറുന്നതിനു പകരം താഴേക്ക് പതിക്കുന്നു.
ബാബ പറയുന്നു, കുട്ടികൾ ആജ്ഞാകാരിയായി തീരണമെന്ന്. ഇല്ലെങ്കിൽ പദവി നഷ്ടപ്പെടുന്നു. ലൗകിക അച്ഛന് 4-5 മക്കളുണ്ടെങ്കിൽ അതിലാരാണോ ആജ്ഞാകാരികളായിട്ടുള്ളത് അവരെയാണ് അച്ഛന് പ്രിയരായി തോന്നുക. ആരാണോ ആജ്ഞാകാരികളല്ലാത്തത് അവർ ദുഃഖം മാത്രമാണ് നൽകുക. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് 2 വലിയ അച്ഛന്മാരെ ലഭിച്ചിരിക്കുകയാണ്. അവരുടെ അവജ്ഞ ചെയ്യരുത്. അവജ്ഞ ചെയ്തു എങ്കിൽ ജന്മജന്മാന്തരം കൽപ്പകൽപ്പാന്തരം വളരെ കുറഞ്ഞ പദവിയാണ് നേടുക. അന്തിമ സമയത്ത് ഒരേ ഒരു ശിവബാബയുടെ മാത്രം ഓർമ്മ വരുന്ന രീതിയിലുള്ള പുരുഷാർത്ഥം ചെയ്യണം. ബാബ പറയുന്നു, എനിക്കറിയാം ഓരോരുത്തരുടെയും പുരുഷാർത്ഥം എന്താണെന്നുള്ളത്. ചിലർ ബാബയെ വളരെ കുറച്ചു മാത്രമേ ഓർമ്മിക്കുന്നുള്ളൂ. ബാക്കി എല്ലാ സമയത്തും തന്റെ മിത്രസംബന്ധികളെയാണ് ഓർമ്മിക്കുന്നത്. അവർക്ക് അത്രയ്ക്കും സന്തോഷത്തിലിരിക്കുവാൻ സാധിക്കില്ല. ഉയർന്ന പദവി നേടാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ദിവസേന സദ്ഗുരുവാറാണ്, അതായത് വ്യാഴാഴ്ചയാണ്. ഭൗതികമായ വിദ്യാഭ്യാസത്തിൽ ബൃഹസ്പതിയുടെ ദിവസം കോളേജിലിരുന്ന് പഠിക്കുന്നു. ഇത് ആത്മീയ വിദ്യാഭ്യാസമാണ്. നിങ്ങൾക്കറിയാം, ശിവബാബ നമ്മുടെ അച്ഛനാണ്, ടീച്ചറാണ്, സദ്ഗുരുവാണ്. അപ്പോൾ അവരുടെ നിർദ്ദേശമനുസരിച്ച് മുന്നേറണം. എന്നാലേ ഉയർന്ന പദവി നേടാൻ സാധിക്കൂ. ആരാണോ പുരുഷാർത്ഥികൾ അവരുടെ ഉള്ളിൽ വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കും. സന്തോഷമുണ്ടെങ്കിൽ മറ്റുള്ളവരെ കൂടി സന്തുഷ്ടരാക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. കുട്ടികൾ നോക്കൂ, രാവും പകലും എത്രയാണ് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് അത്ഭുതകരമായ ജ്ഞാനമല്ലേ. ബാപ്ദാദയ്ക്ക് ചിലരെ കാണുമ്പോൾ ദയ തോന്നുന്നു. കാരണം ചില കുട്ടികൾ തന്റെ വിവേകഹീനത കാരണം എത്രയാണ് നഷ്ടം ഉണ്ടാക്കി വെക്കുന്നത്. ദേഹാഭിമാനത്തിലേക്ക് വന്ന് ഉള്ളിൽ വളരെയധികം കത്തി എരിയുന്നു. ക്രോധം വന്നുകഴിഞ്ഞാൽ മനുഷ്യർ ചുട്ടുപഴുത്ത ഇരുമ്പിന് സമാനം ആയിത്തീരുന്നു. ക്രോധം മനുഷ്യനെ എരിയിക്കുന്നു, കാമം കറുത്തതാക്കി മാറ്റുന്നു. മോഹം അഥവാ ലോഭം വന്നുകഴിഞ്ഞാൽ ഇത്രയ്ക്കും എരിയുകയില്ല. ക്രോധത്തിലാണ് മനുഷ്യൻ എരിയുന്നത്. വളരെയധികം പേരിലും ക്രോധത്തിന്റെ ഭൂതമുണ്ട്. ഇതിന്റെ പേരിൽ എത്രയാണ് കലഹിക്കുന്നത്. കലഹിക്കുന്നതിലൂടെ അവനവന്റെ തന്നെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കി വെക്കുന്നത്. നിരാകാരി പിതാവിന്റെയും സാകാരി പിതാവിന്റെയും അവജ്ഞയാണ് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ ബാബ മനസ്സിലാക്കുന്നു, ഈ കുട്ടി കുപുത്രനാണ്. പ്രയത്നിക്കുകയാണെങ്കിൽ മാത്രമേ ഉയർന്ന പദവി നേടൂ. അപ്പോൾ അവനവന്റെ നന്മയ്ക്കായി സർവസംബന്ധങ്ങളെയും മറക്കേണ്ടതായിയുണ്ട്. ഒരേ ഒരു ബാബയല്ലാതെ മറ്റൊരാളെയും ഓർമ്മിക്കരുത്. വീട്ടിലിരുന്നു കൊണ്ടും സംബന്ധികളെ കണ്ടുകൊണ്ടും ശിവബാബയെ ഓർമ്മിക്കണം. നിങ്ങൾ സംഗമയുഗത്തിലാണ്. ഇപ്പോൾ തന്റെ പുതിയ വീടിനെയും ശാന്തിധാമത്തെയും ഓർമ്മിക്കണം. ഇത് പരിധിയില്ലാത്ത പഠിപ്പാണ്. ബാബ പഠിപ്പ് നൽകുന്നതിലൂടെ കുട്ടികളുടെ തന്നെ പ്രയോജനമാണ് ഉണ്ടാകുന്നത്. പല കുട്ടികളും തന്റെ തെറ്റായ പെരുമാറ്റത്തിലൂടെ വെറുതെ തനിക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. വിശ്വത്തിന്റെ ചക്രവർത്തി പദവിക്കായാണ് പുരുഷാർത്ഥം ചെയ്യുന്നത്. പക്ഷേ മായയാകുന്ന പൂച്ച കാത് മുറിക്കുന്നു. ജന്മം എടുത്ത ഉടൻ തന്നെ ഞാൻ ഈ പദവി നേടുമെന്ന് പറയുന്നു. പക്ഷേ മായയാകുന്ന പൂച്ച അത് നേടാൻ അനുവദിക്കുകയില്ല. അപ്പോൾ പദവി ഭ്രഷ്ടമായി തീരുന്നു. മായ അതിശക്തമായി തന്നെ യുദ്ധം ചെയ്യുന്നു. നിങ്ങൾ ഇവിടെ വരുന്നത് തന്നെ രാജ്യം നേടുന്നതിന് വേണ്ടിയാണ്. പക്ഷെ മായ നിങ്ങളെ ശല്യപ്പെടുത്തുന്നു. ബാബയ്ക്ക് ദയ തോന്നുന്നു. പാവം ഈ കുട്ടി ഉയർന്ന പദവി നേടുകയാണെങ്കിൽ എത്ര നല്ലതായിരുന്നു. പക്ഷേ എന്നെ നിന്ദിക്കുന്നവർക്ക്
ഉയർന്ന പദവി നേടുവാൻ സാധിക്കില്ല. സദ്ഗുരുവിനെ നിന്ദിക്കുന്നവർക്ക് ഗതി പിടിക്കില്ല. ഏത് സദ്ഗുരു? ശിവബാബ. ബാബയെ നിന്ദിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം പാടില്ല. ഇതിൽ അഹങ്കാരത്തിന്റെ കാര്യം ഒന്നുമില്ല. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. തന്റെ നന്മയ്ക്ക് വേണ്ടി ദേഹത്തിന്റെ എല്ലാ സംബന്ധങ്ങളെയും മറക്കണം. അവരോട് പ്രീതി വെക്കരുത്. ഈശ്വരന്റെ മതമനുസരിച്ച് മുന്നേറണം. മന്മത്ത് പ്രയോഗിക്കരുത്. കുസംഗത്തിൽ നിന്നും രക്ഷപ്പെടണം. ഈശ്വരീയ സംഘത്തിലിരിക്കണം. 2. ക്രോധം വളരെയധികം മോശമാണ്. ഇതിലൂടെ സ്വയം എരിയുന്നു. ക്രോധത്തിന് വശപ്പെട്ട് അവജ്ഞ ചെയ്യരുത്. സന്തോഷത്തോടെ ഇരിക്കണം. മറ്റുള്ളവരെയും സന്തുഷ്ടമാക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. വരദാനം: സ്നേഹത്തിന് മറുപടിയായി സ്വയത്തെ പരിവർത്തനപ്പെടുത്തി ബാബയ്ക്ക് സമാനമായി മാറുന്ന സമ്പന്നരും സമ്പൂർണരുമായി ഭവിക്കട്ടെ. സ്നേഹത്തിന്റെ അടയാളമാണ് അവർക്ക് സ്നേഹിയുടെ കുറവുകൾ കാണാൻ കഴിയില്ല. സ്നേഹിയുടെ തെറ്റ് തന്റെ തെറ്റാണെന്ന് മനസ്സിലാക്കും. ബാബ കുട്ടികളുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കുന്നു, ഇതെന്റെ കാര്യമാണെന്ന്. ബാബ കുട്ടികളെ തനിക്ക് സമാനം സമ്പന്നവും സമ്പൂർണവുമായി കാണാൻ ആഗ്രഹിക്കുന്നു. ഈ സ്നേഹത്തിന് മറുപടിയായി സ്വയത്തെ പരിവർത്തനപ്പെടുത്തൂ. ഭക്തരാണെങ്കിൽ സ്വന്തം ശിരസ്സറുത്ത് സമർപ്പിക്കുന്നതിനു വേണ്ടി തയ്യാറാണ്. താങ്കൾ ശരീരത്തിന്റെ ശിരസ് മുറിക്കണ്ട, മറിച്ച് രാവണന്റെ തല മുറിക്കൂ. സ്ലോഗൻ: തന്റെ ആത്മീയ വൈബ്രേഷനിലൂടെ ശക്തിശാലി വായുമണ്ഡലം സൃഷ്ടിക്കുന്ന സേവനം ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ സേവനമാണ്. ഓം ശാന്തി.